എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു വാട്ട് 8 ഡേ പോലെ ആയിട്ടുണ്ട് ഡേ ഇൻ മൈ ലൈഫ് കാണാനെന്ന്. എന്നാൽ എൻ്റെ ഒരു ഡേ കണ്ടോളൂ. രാവിലെ തന്നെ അടിച്ചപ്പോൾ മനസ്സിലായി നേരം വൈകുന്നു. 10 മണിയായി. 11 മണിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എത്തണം. ഇനി 10 എല്ലാത്തിനും കാരണം ഇവൻ ഒറ്റ ഒരുത്തനാണ്. സാരില്ല, വേഗം ബക്കറ്റും ചെമ്പും പാത്രമൊക്കെ എടുത്ത് കുളിക്കാനായിട്ട് പോയി. കുളിച്ച് കഴിഞ്ഞ് വന്നു. പെട്ടെന്ന് എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഇത്. ക്ലാസ് പോകുന്നതിന് തൊട്ട് മുൻപ് ആണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് ഇന്നൊരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. നമ്മളിവിടെ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രൊഫഷണലായിട്ട് തന്നെ ക്ലാസ്സിൽ കെട്ടിയൊരുങ്ങി പോയാൽ എന്തെങ്കിലും മാർക്കൊക്കെ കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഷേവൊക്കെ ചെയ്തു, സെറ്റായി, സുന്ദരക്കുട്ടപ്പനായി എന്ന് വിചാരിച്ചിട്ട് മുടിയും മറന്ന് പിന്നെ കുറച്ച് സുഗന്ധ തൈലം ഇട്ടു. അതായത് നമ്മുടെ സ്പ്രേ അടിച്ചു. നമ്മൾ ഈ ചൂടത്ത് നല്ല കട്ടിയുള്ള ബ്ലേസർ ഇട്ടിട്ട് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോകാൻ നിൽക്കുകയാണ്. കുറച്ച് ലെക്ചേഴ്സ് അറ്റൻഡ് ചെയ്യാനുള്ള ആവശ്യമുണ്ട്. കുറച്ച് പിന്നെ പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്നലെ കുത്തിയിരുന്ന് ഉണ്ടാക്കിയ കുറേ അസൈൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി എടുത്ത് കെട്ടി വലിച്ച് നമ്മൾ ഈ ചൂടത്ത് പോകുകയാണ്. പിന്നെ കണ്ണാടിയിലൊരു ഫിറ്റ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി കാണുന്നതാണ് നമ്മുടെ ക്രിക്കറ്റ് സ്റ്റേഡിയം വരുന്നത്. പിന്നെ ഈ മുമ്പ് കാണുന്ന ബിൽഡിങ് വേറൊരു ഹോസ്റ്റലാണ്. പിന്നെ അതിൻ്റെയും മുമ്പ് കൂടെ മണ്ടെന്ന ചങ്ങായി എൻ്റെ ക്ലാസ്സിലത്തെ ഒരു മലയാളിയാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു പാർക്ക് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ നോക്കിയപ്പോൾ അവിടെ അതിലും വലിയ തിരക്ക്. അങ്ങനെ പ്രിൻ്റ് ഔട്ടൊക്കെ കിട്ടി. നമ്മളൊരു ഷോർട്ട് കട്ട് വഴി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോവുകയാണ്. ആ മുമ്പ് കാണുന്നതാണ് ഒരു അമ്പലം. അതിൻ്റെ അടുത്ത് കാണുന്നതാണ് ഒരു സയൻസ് ബ്ലോക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇക്കാണുന്നതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ചാണക്യ പോൽ. വലിയ ദൂരമൊന്നും ഇല്ലെങ്കിൽ 2-3 കിലോമീറ്റർ നടന്ന് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് എത്തി. അവിടെ എത്തിയപ്പോൾ പ്രസൻറ്റേഷൻ തുടങ്ങിയായിരുന്നു. ഈ പ്രസൻറ്റേഷനൊക്കെ നമുക്ക് കല്ലിവില്ല. പക്ഷേ ഡോക്ടേഴ്സിൻ്റെ ഒരു ചോദ്യം കൊണ്ട് കേൾക്കുമ്പോഴാണ് ഇതാണ് എൻ്റെ ഡോഗ് ഷോ. അങ്ങനെ ഫസ്റ്റ് അവരും കഴിഞ്ഞ് നമ്മൾ നേരെ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അവരുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ക്യാൻറ്റീനിലോട്ട് പോയി. അവിടെ അതിലും തിരക്കായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നല്ല നോർത്ത് ഇന്ത്യൻ താലിയൊക്കെ കഴിച്ചു. നമ്മൾ നേരെ അടുത്ത ലെക്ചേഴ്സിന് പോകുന്നതിന് മുമ്പ് ഒരു ഈൻ്റെ വെള്ളവും കുടിച്ചു. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊന്ന് കുഴക്കാനായിട്ട് നമ്മൾ 2-3 ചോദ്യമൊക്കെ ചോദിച്ചാളും. പിന്നെ കുറച്ച് പേപ്പർ പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലോട്ട് പോവുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ക്ലാസ്സിൽ ആകെയുള്ള 3 മലയാളീസ്. അത് കഴിഞ്ഞ് നമുക്ക് സ്ട്രോബെറി വരയ്ക്കാനായിട്ട് പോയി. നമ്മുടെ യൂണിവേഴ്സിറ്റി സ്ട്രോബെറി മൾബറിയൊക്കെ ഫ്രീ ആണ് ഗൈസ്. പിന്നെ റൂമിൽ പോയി രാത്രിയൊക്കെ ആകുമ്പോഴേക്കും എന്തെങ്കിലും മുണങ്ങാനായിട്ട് ഞാൻ മാഗി മുട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുഴുങ്ങിയ കോഴിമുട്ട ക്ലാസ്സിലിട്ട് വെച്ചാലും പൊളിക്കുമ്പോൾ നല്ല സുഖം ഉണ്ടാകുന്ന കേട്ടിട്ടുണ്ട്. എനിക്ക് പൊളിക്കാറില്ല. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് മാറിയതിനു ശേഷമുള്ള ഒരു വലിയ ഡിഫറൻസാണ് ഈ ചായ നിന്ന് കാപ്പിക്ക് മാറിയത്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, സാധനം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി പിന്നെ ഹാപ്പി ബിസ്ക്കറ്റും കഴിച്ച് നമ്മൾ കാപ്പീൻ്റെ കൂടെ മിസ്റ്റർ ബീനും കണ്ട് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ.